ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊങ്ങണികളുടെ സ്പെഷ്യൽ ഡിഷായ വടകറി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു അര ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട്. അര ഗ്ലാസ് പരിപ്പ് ഞാൻ 1 മണിക്കൂർ നേരത്തേക്ക് കുതിർക്കാൻ വയ്ക്കുവാണ്. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ പരിപ്പ് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. നമ്മൾ സാധാരണ പരിപ്പ് വടയൊക്കെ അരയ്ക്കുന്ന പോലെ ചെറിയ ചെറിയ ബോൾസുകളാകുന്ന രീതിയിൽ അരച്ചെടുക്കുക. ഈ ഒരു പരുവത്തിന് ചെറിയ ചെറിയ ബോൾസ് ആക്കുന്ന രീതിയിൽ. വടയ്ക്ക് ഇപ്പോൾ ഉപ്പ് ആഡ് ചെയ്യേണ്ട, പിന്നെ കറിക്കകത്ത് ഉപ്പ് ഇടുമ്പോൾ മതി. ഇനി നമുക്ക് വറുത്തെടുക്കാം. ചെറിയ ചെറിയ ബോൾസുകളാക്കിയിട്ട് എണ്ണ ചൂടായ ശേഷം ഓരോ ചെറിയ ബോൾസാക്കി നമ്മുടെ പരിപ്പ് അരച്ചതിടുക. എന്നിട്ട് നല്ലോണം വറുത്തെടുക്കുക. ഓൾമോസ്റ്റ് വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതുപോലെ തന്നെ എല്ലാം വറുത്തെടുക്കുക. അങ്ങനെ നമ്മുടെ വടകറിയുടെ വട റെഡിയായി. ഇനി നമുക്കടുത്തത് കറി റെഡിയാക്കാം. ആദ്യം തന്നെ ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം സവാള ആഡ് ചെയ്യുക. ഞാനൊരു 2 മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. അതിൻ്റെ ഒരു പച്ച മണം പോണത് വരെ ഫ്രൈ ചെയ്യുക. ഫ്രൈ ആയതിനു ശേഷം നമ്മുടെ കറിവേപ്പിലയും 2 മീഡിയം സൈസ് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഫ്രൈ ചെയ്യുക. അതുപോലെ തന്നെ പാകത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. പിന്നെ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂട്ടിയിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് സവാള കുറച്ച് ഫ്രൈ ആയ ശേഷം നമ്മുടെ ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക.
മുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി എരിവിനനുസരിച്ച്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായം എല്ലാം കൂടെ ആഡ് ചെയ്ത് നല്ലോണം ഫ്രൈ ചെയ്യുക. പച്ചമണം പോണത് വരെ ഫ്രൈ ചെയ്യുക. നല്ലോണം ഫ്രൈ ആയതിന് ശേഷം നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 2 ഗ്ലാസ് വെള്ളം മതിയാവും. തിളയ്ക്കുന്നത് വരെ ഒന്ന് കാത്തിരിക്കാം. നമ്മൾ തിളച്ച് വരുന്നുണ്ട്. മല്ലിയില ആഡ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം അറുത്ത് വെച്ചിരുന്ന വട ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം തിളച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. വറ്റിക്കണമെന്നുള്ളവർക്ക് വറ്റിക്കാം. നമ്മളിപ്പോൾ കഴിക്കുന്നതിൻ്റെ 20 മിനിറ്റ് മുമ്പ് വട ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ വട കുതിർന്നു പോവും. വട ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കഴിക്കുന്നതിൻ്റെ 20 മിനിറ്റ് മുമ്പ്. അപ്പം വട നല്ല അതിൻ്റെ ഉപ്പൊക്കെ ആഡായിട്ട് വരും, നല്ല കുതിർന്ന് വരും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഞാനിവിടെ വടകറിയുടെ കഴിക്കാൻ ക്യാരറ്റ് റൈസാണ് എടുത്തിരിക്കുന്നത്. ക്യാരറ്റ് റൈസിൻ്റെ റെസിപ്പി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ അടുത്ത ദിവസം ക്യാരറ്റ് റൈസിൻ്റെ റെസിപ്പി വീഡിയോ ആയി ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.